നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ യഥാർത്ഥ പൾസ് പതുക്കെ പുറത്തേക്ക് വരികയാണ്. 3ാം വട്ടവും മോദി തന്നെ എന്ന അടക്കം പറച്ചിലുകൾ ഒരു പ്രോപ്പഗാൻഡ മാത്രമായിരുന്നു എന്ന് തെളിയുകയാണ് ഇപ്പോൾ. മോദിയുടെ മഹത്വം പറഞ്ഞ് നടന്ന മാധ്യമങ്ങൾ ഇപ്പോൾ BJPക്ക് അടുത്ത കേന്ദ്ര സർക്കാരിനെ നയിക്കാൻ വേണ്ട സീറ്റുകൾ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ജയിലിൽ നിന്നെത്തിയ കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് നൽകിയ ആവേശവും പല സ്വതന്ത്ര സർവേകളും NDA സഖ്യത്തിന് കേവല ഭൂരിപക്ഷം പ്രവചിക്കാത്തതും തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാജ്യം ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ വോട്ട് നൽകുക വിദ്വേഷ പ്രസംഗവും നട്ടാൽ കുരുക്കാത്ത പൊള്ളത്തരങ്ങളും വർഗീയ പരാമർശങ്ങളുമാണെന്ന് BJPക്കും മോദിക്കും തോന്നിയിട്ടുണ്ടോ? ശിവരാജ് സിംഗിനും രമൺ സിംഗിനും ശേഷം അടുത്തത് യോഗിയെ ലക്ഷ്യം വയ്ക്കുന്ന മോദിക്ക് സ്വന്തം കസേര തന്നെ അപകടത്തിൽപ്പെടുമെന്ന അവസ്ഥയാണോ ഇപ്പോൾ? 400 പോയിട്ട് 200 തികയ്ക്കാനാകുമോ എന്ന് വേവലാതിപ്പെടുന്ന BJPക്ക് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പേടി സ്വപ്നങ്ങളാകുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ GV ഹരി, BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ VPPയിലേക്ക് പോവുകയാണ്. ഡോക്ടർ VPP, ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ നിന്ന് വരുന്നതിന് മുൻപ് വരെ BJP പറഞ്ഞ് വന്നിരുന്നതിനേക്കാൾ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മാറുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. എന്താണ് നിലവിലെ സ്ഥിതിയെക്കുറിച്ച് ഡോക്ടർ VPP കാണുന്നത്? 2024 ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ വലിയ മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ആരംഭിച്ച് 5ാമത്തെ ഘട്ടം തിങ്കളാഴ്ച നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് കൂട്ടലുകൾ എല്ലാവർക്കും പിഴച്ചിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന BJPക്ക് വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്ന പ്രതീക്ഷയേക്കാൾ വലിയ കുതിപ്പ് അവർക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, കാറ്റ് പുതിയ ദിശയിലേക്ക് വീശുന്നു എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് 4 ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള ലോക്സഭാ സീറ്റിന്റെ 70% പോളിംഗ് പൂർത്തിയായപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ള അനുഭവം. ഏതാണ്ട് 19 സംസ്ഥാനങ്ങളിലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യ മുഴുവൻ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഒരു സീറ്റിൽ പോലും വോട്ടെടുപ്പിന് അവശേഷിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഒരു പൊതു കാലാവസ്ഥയിൽ രാജ്യത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറി വരുന്നു എന്നതിന്റെ സൂചകങ്ങൾ വളരെ പ്രകടമായി തുടങ്ങുകയാണ്. ഇപ്പൊ എക്സിറ്റ് പോളിന്റെ റിസൾട്ട് ഒന്നും നിലവിൽ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും അത് ശേഖരിച്ച പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ഏൽപ്പിച്ച ചില ഏജൻസികളെ ഏൽപ്പിക്കുകയാണല്ലോ ഈ ഇതുപോലുള്ള പോളിംഗ് സർവേകൾ നടത്താൻ. സ്വാഭാവികമായിട്ടും എത്തേണ്ടവരുടെ കൈകളിലേക്ക് അതിന്റെ റിപ്പോർട്ടുകൾ, ആരാണോ പണം മുടക്കി സർവേകൾ നടത്തുന്ന അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് സൂചനകൾ ലഭിച്ചു തുടങ്ങി. ആ സൂചനകൾ ലഭിച്ചു തുടങ്ങിയവർ അവരുടെ നിലപാടിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. 2014 ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിറക്കി നരേന്ദ്രമോദിയെ ദേശീയ ഐക്കണാക്കി ഉയർത്തിക്കൊണ്ട് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള അന്നത്തെ സീനിയർ നേതാക്കളെ മുഴുവൻ ഒറ്റയടിക്ക് മൂലക്കാക്കിക്കൊണ്ട് നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ട് രാജ്യത്ത് വെച്ചിട്ടുള്ള മുദ്രാവാക്യം അക്ഷയ ദിൻ എന്നായിരുന്നു. 2014 തൊട്ട് 5 വർഷത്തെ അവരുടെ ഭരണം. അത് കഴിഞ്ഞ് 2019 പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ. അവിടെ ഞാനാണ് രാജ്യത്തിന്റെ ചൗക്കീദാർ, കാവൽക്കാരൻ എന്ന പ്രതീതി ഉണ്ടാക്കി 2019 മുന്നേറ്റം. ഇത് കഴിഞ്ഞ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളിതാ ഇന്ത്യയെ മാറ്റി എഴുതാൻ പോകുന്നു. RSSന്റെ അജണ്ടക്കനുസരിച്ച് RSS സ്ഥാപിതമായ 100ാം വർഷത്തിൽ ഇന്ത്യ പുതിയൊരു ഇന്ത്യയായിട്ട്, അവർ ആഗ്രഹിക്കുന്ന ഇന്ത്യയായിട്ട് മാറും
ഈ ലക്ഷ്യത്തോടു കൂടിയാണ് 400 സീറ്റ് ഇത്തവണ 400 സീറ്റ് എന്ന പ്രഖ്യാപനമാണ് തുടക്കം വെച്ചത്. അതിനാരാ ഉറപ്പ്? മോഡി കി ഗ്യാരണ്ടി എന്നാണ് ഉറപ്പുമായിട്ട് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രചരണ യോഗങ്ങളിലെ സംഭാഷണങ്ങൾ എങ്ങനെയാണ്? പ്രചരണ യോഗത്തിലെ സംഭാഷണം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ലാലെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ കാണാനോ ഇന്റർവ്യൂ അനുവദിക്കാനോ തയ്യാറാകാതിരുന്ന ശ്രീ നരേന്ദ്രമോദി ഇപ്പോ ചാടിപ്പോയി അങ്ങ് അഭിമുഖങ്ങൾ കൊടുക്കുകയാണ് എല്ലാ മാധ്യമങ്ങൾക്കും. ഇന്ത്യ ടുഡേയിൽ കഴിഞ്ഞ ദിവസം അഭിമുഖം വന്നു. 400 സീറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. NDA വീണ്ടും വരുമോ എന്നുള്ള കാര്യത്തിൽ പോലും അദ്ദേഹം ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. ജയിക്കും തോൽക്കും എന്നൊക്കെയുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കും മോഡിയുടെ ശരീരഭാഷ, മോഡി നേരത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ വലിയ വീറും വാശിയും, ഇതെല്ലാം ഇപ്പോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ മോഡിയിൽ തന്നെ പരാജിതനായ ഒരാളെ കാണുന്നു. അവരിത്തവണ തുടങ്ങിയത് എങ്ങനെ? ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെയാണല്ലോ മോഡി അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങിയത്. മോദിക്ക് ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, സബ്കെ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു വന്നയാൾ ഇപ്പൊ പക്ഷെ ലാൽ എവിടെ എത്തി നിൽക്കുകയാ? BJPയുടെ മാനിഫെസ്റ്റോയെ കുറിച്ച് പ്രധാനമന്ത്രിയോ BJPയുടെ നേതാക്കളോ സംസാരിക്കുന്നില്ല. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരെന്തു ചെയ്യും, 3ാം വട്ടം വന്നാൽ എന്തു ചെയ്യും എന്ന വാഗ്ദാനങ്ങൾ 1ാം ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോ 4 ഘട്ടങ്ങളിൽ, അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ ഒന്നും അവർ പ്രസംഗിക്കുന്നില്ല, വിമർശിക്കുന്നില്ല. അവരിപ്പോ എങ്ങോട്ടാ നോക്കുന്നത്? ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? BJP അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നല്ല, തുടർച്ചയായി 3ാം വട്ടം ഞങ്ങൾ വരും, അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നല്ല ഇപ്പൊ പ്രധാനമന്ത്രിയും അമിത്ഷായും പറയുന്നത്. അവരുടെ ഈ കഴിഞ്ഞ 10-20 ദിവസക്കാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എങ്ങോട്ടാ? ഇതാ നോക്ക്, അവരാണ് വരാൻ പോകുന്നത്, ഇന്ത്യ സഖ്യമാണ് വരാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ഹിന്ദുക്കളുടെ സ്വത്ത് കണ്ടെടുക്കും, അവർ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പിടിച്ചെടുക്കും, അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും, അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും. അപ്പൊ നോക്ക്, ഇങ്ങനെ ഒരു ഭാഷയിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും പ്രസംഗിക്കാൻ തുടങ്ങി എന്ന് വരുമ്പോ തന്നെ, എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യാനാണ് പോകുന്നത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വളരെ സ്പഷ്ടമല്ലേ? നമ്മുടെ രാജ്യത്ത് 4 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ ഫലസൂചകങ്ങൾ അമിത്ഷായുടെയും മോഡിയുടെയും കയ്യിൽ എങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു, ഏത് വിധത്തിലായിരിക്കും ഇന്ത്യ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം. അതുകൊണ്ടാണ് തങ്ങളിനിയും കൂടി അധികാരത്തിൽ വന്നിട്ട് ഇന്നത് ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഇതാ നിങ്ങളെല്ലാം കൂടി തെരഞ്ഞെടുക്കാൻ പോകുന്ന ഇന്ത്യ സഖ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന തരത്തിലേക്കുള്ള അതിസങ്കുചിതമായ വർഗീയ പ്രസംഗങ്ങളിലേക്ക്, പ്രഭാഷണങ്ങളിലേക്ക് പ്രധാനമന്ത്രിയും അമിത്ഷായും BJP നേതാക്കളുമെല്ലാം ഇറങ്ങി വരുന്ന സ്ഥിതി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചിത്രം. ഞാൻ വരാം ഡോക്ടർ VPP മുസ്തഫ. ഡോക്ടർ GV ഹരിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു BJPയുടെ ഒരു പ്രതികരണം കേട്ടാൽ ഡോക്ടർ GV ഹരിക്ക് അതിനുകൂടി പ്രതികരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ 5ാം ഘട്ടം എത്തുമ്പോൾ BJPക്ക് കേരളത്തിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ, ഡൽഹിയിൽ, മഹാരാഷ്ട്രയിലൊക്കെ തന്നെ കേരളത്തിലെ BJP നേതാക്കൾ കാണിക്കുന്ന ആവേശം പോലും അവിടുത്തെ BJPയുടെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്തുകൊണ്ടാണത്? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആ റിപ്പോർട്ടുകൾ തെറ്റാണ്. ആ റിപ്പോർട്ടുകൾ അങ്ങേക്ക് തന്ന ആളുകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എല്ലാ BJP നേതാക്കന്മാരും, BJP പ്രവർത്തകരും, BJPയോട് സ്നേഹിക്കുന്നവരും, BJPക്ക് വോട്ട് ചെയ്യുന്നവരും 100% വിശ്വാസത്തിലും ഉറപ്പിലുമാണ്. ഞങ്ങൾ ഏതൊക്കെ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ടാർഗറ്റിലേക്ക് എത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയവുമാണ്. പിന്നെ മോദി ഗ്യാരണ്ടി പറയുന്നില്ല, സബ്കാ സാത്ത് സബ്കാ വികാസ് ഇപ്പോൾ എവിടെ പോയി? ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും
നിലപാടും ആ പ്രതിപക്ഷത്തിനുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. കൈരളി ചാനൽ തന്നെ ഓരോ ഫേസ് കഴിയുന്ന സമയത്തും BJP തളരുന്നുവോ, BJPയിൽ 400 എത്തില്ലയോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നിരവധി ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശമാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ചർച്ചയൊക്കെ ചെയ്യാം. 4-ാം തീയതി കഴിയുമ്പോൾ BJP അധികാരത്തിൽ വരും ഡോക്ടർ ലാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ പറയുന്ന രാഷ്ട്രീയമൊന്നുമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്നതും വലതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ശൈലി അങ്ങ് നിങ്ങൾ മാറ്റിവെച്ച് കൃത്യമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന ശൈലിയേക്കാൾ ഉപരി സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളേക്ക് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം കൈപ്പിടിച്ചുയർത്തിയിട്ടുള്ള വലിയൊരു ചരിത്രമുണ്ടെന്നേ 10 കൊല്ലമായിട്ട്. നിങ്ങളതിനെ എതിർക്കുന്നുണ്ട്, നിങ്ങളത് നടന്നിട്ടില്ല എന്ന് പറയുന്നു, നിങ്ങൾ ആ കണക്കുദ്ധരിക്കുന്നു, ഈ കണക്കുദ്ധരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇല്ല, നിങ്ങളൊരു കണക്കും ഉദ്ധരിക്കുന്നില്ല, നിങ്ങളൊരു കാര്യവും പറയുന്നില്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പലതും നേരത്തെ VPP പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങൾ തകർക്കും, സ്വത്തുക്കളെടുത്ത് മറ്റവർക്ക് കൊടുക്കും. ഇപ്പോൾ ഈ ആവേശം സിനിമയാണ് ഏറ്റവും ട്രോളായിട്ട് ഇപ്പോൾ പറയുന്നത്. അതിലെ കരിങ്കാളി എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഒരു ഭാഗം ചിരിച്ചുകൊണ്ട് മറ്റേ ഭാഗം രൗദ്രഭാവത്തിൽ ആണ്, ഇങ്ങനെയാണ് മോദി പ്രസംഗിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതല്ലാതെ മുസ്ലിങ്ങളോട് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ, മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ വേറൊരു ഭാവത്തിൽ ഒരേ ആൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഈ കാണുന്ന ട്രോളാണ്. അപ്പോൾ ഇങ്ങനെ പറയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല താങ്കൾ പറയുന്നത് പോലെ. നോക്കൂ, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാതെ കൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും 2019 കൈരളി ചാനൽ എന്താണ് പറഞ്ഞത്? ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായോ? 2014 BJP ജയിക്കുമെന്ന് കൈരളി ചാനൽ പറഞ്ഞോ? ത്രിപുരയിൽ BJPക്ക് വലിയ തകർച്ച എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് എന്തായിരുന്നു? ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഇതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇതിന് മുൻപ് എന്തൊക്കെ പറഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതൊക്കെ രാഷ്ട്രീയമാണ്, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തിട്ടുള്ള നിരവധി പദ്ധതികളും നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണഗണങ്ങളും കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. 1 മണിക്കൂർ എനിക്ക് നടത്തുന്ന ചർച്ചയിൽ 15 മിനിറ്റ് എനിക്ക് തന്നാൽ നടത്തിയിട്ടുള്ള പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള പദ്ധതികളുടെ രൂപരേഖ ഞാൻ വായിച്ചു തരാം. ഇനി എയർപോർട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മെട്രോൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എയിംസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഹൈവേയുടെ കാര്യത്തിലായിക്കോട്ടെ, റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, റെയിൽവേ ട്രാക്ക് ഇലക്ട്രിസിറ്റിയുടെ കാര്യമായിക്കോട്ടെ, എയർപോർട്ടുകളുടെ മറ്റ് മേഖലകളായിക്കോട്ടെ, ഇന്ത്യയുടെ ഇക്കണോമിക് സംവിധാനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇന്ത്യയെ കൈപ്പിടിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ടെക്നോളജിയുടെ കാര്യത്തിലായിക്കോട്ടെ, സാധാരണക്കാരായിട്ടുള്ള ഇതൊക്കെ ഉല്ലാസ് ബാബു പറയുമ്പോഴും നരേന്ദ്രമോദി ഇതൊന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ. പല പ്രസംഗങ്ങളിലും അദ്ദേഹം ഇതൊന്നും അല്ല പറയുന്നത്. അദ്ദേഹം നാട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പണപ്പെരുപ്പം ഉണ്ടാകുന്നത് അത് അദ്ദേഹം സംസാരിക്കുന്നില്ല. വർഗീയതയെ ഇളക്കിവിടുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ട് എന്നുള്ളതിന് പരാതികളുണ്ട്. അതിൻ്റെ പേരിൽ നടപടി എന്തെടുത്തു എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഫോക്കസ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കുകയും ഒരു മത സംവിധാനത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയി ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണോ അങ്ങ് നേരത്തെ പറഞ്ഞ ആ കരിങ്കാളിയല്ലേ എന്നത് ഇങ്ങനെയുള്ള പാട്ടിനെക്കുറിച്ച് സൂചിപ്പിച്ചത് എനിക്ക് സംശയമുണ്ട്. അങ്ങേക്ക് അത് കാണാൻ സാധിക്കാത്ത എൻ്റെ കുറ്റമല്ല. ജയ് ശ്രീറാം വിളിക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ജയ് ഹനുമാൻ വിളിക്കുന്ന കെജ്രിവാളിൻ്റെ ആ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ബഹുമാനിച്ചതും ആ രാഷ്ട്രീയവും ഞങ്ങൾക്കറിയാം. ഇവിടെ വിശ്വാസികൾ വിശ്വാസം പറഞ്ഞോട്ടെ, ഞങ്ങൾക്കൊരു വിരോധമില്ല. നിങ്ങൾക്കതിൽ വർഗീയത കാണുകയും നിങ്ങൾക്ക് നരേന്ദ്രമോദിയോടും BJPയോടുള്ള വിരോധം കാണിക്കാൻ അതിനകത്ത് വർഗീയത കുത്തിവെക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അജണ്ടിക്കലായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെ ഞാൻ എതിർക്കുന്നു. ഒരു അജണ്ടയുണ്ട് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു അജണ്ട ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാനത് സമ്മതിക്കാം. പക്ഷേ അതേസമയം നിങ്ങൾ എന്താണ് പറയുന്നത്? വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, മതത്തിൻ്റെ പേരിൽ ഒരു മതത്തിന് പ്രശ്നമുണ്ടാകുന്നു എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് ധ്രുവീകരണത്തിന് കാരണമാക്കി വോട്ട് പിടിക്കുക, ഇതൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ പാർട്ടി, ആ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയൊക്കെ പറയേണ്ടത്?
രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതും സ്റ്റാൻഡ് ബൈ മിത്രയെക്കുറിച്ച് പറഞ്ഞതും സ്റ്റാൻഡപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതും സ്കിൽ ഡെവലപ്മെൻറ്റെക്കുറിച്ച് പറഞ്ഞതും ആവാസ് യോജനകളെക്കുറിച്ച് പറഞ്ഞതും മൈക്രോ സ്മോൾ സ്കിൽ ഇൻഡസ്ട്രീസിലൂടെ ചെറുപ്പക്കാരുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞതും മുദ്രാ ലോൺ പദ്ധതി കൊണ്ടുവന്നതും ഇത്യാദി കാര്യങ്ങൾ, റോഡും തോടും പാലങ്ങളും ഹൈവേകളും ബൈപ്പാസുകളും ഒക്കെ അതിമനോഹരമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ടെക്നോളജി വികസനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞതും വിദ്യാഭ്യാസ മേഖലകൾ നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും അത് നടപ്പിലാക്കിയിട്ടുള്ളതും ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് അത് നിങ്ങളുടെ മനസ്സിലുള്ള BJP വിരോധവും നരേന്ദ്രമോദി വിരോധവും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്ന സമയത്ത് 543 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിക്കാത്ത ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നാശവും സംഭവിച്ചതിൻ്റെ വിഷമവുമാണ് എന്ന് ഉല്ലാസ് ബാബു, നമ്മളൊരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. താങ്കൾ എത്രമാത്രം ചുരുങ്ങിയാണ് ചിന്തിക്കുന്നത്? താങ്കൾ എൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ അത് മുഴുവൻ ഇടതുപക്ഷമാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാണ് നമുക്ക് ഇതിനെ മുഴുവൻ എതിർക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് താങ്കൾ അതിനെ കാണുന്നത്. അതുമല്ലാതെ ഒരു ചുരുങ്ങിയ രീതിയിലായിപ്പോയി താങ്കൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താവാണ് എന്ന് ആളുകൾക്ക് തോന്നാത്ത രീതിയിലായിപ്പോയി. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അവിടെയാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങയുടെ മനസ്സിൽ നിന്നും അങ്ങ് ഇരിക്കുന്ന ചാനലിൽ നിന്നും ചർച്ച ചെയ്യുന്നത് മതവർഗീയവാദ വർണ്ണ വിവേചനത്തെക്കുറിച്ചും അതിനോട് ഏറ്റവും കൂടുതൽ വർഗീയത കുത്തിവെക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഭജിക്കുന്ന ശൈലിയെക്കുറിച്ചും മാത്രമാണ്. കോടതി ചോദിച്ച ചോദ്യം ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. അത് ഞാൻ ചോദിച്ചപ്പോഴാണ് താങ്കൾ എൻ്റെ നേരെ വർഗീയതയും വിഭാഗീയതയും ഒക്കെ പറയുന്നത്. ഞാനൊരിക്കലും ഡോക്ടർ ലാലിനെ നേരെ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ലാൽ ഏസ് എ മാധ്യമ പ്രവർത്തകൻ നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു. പക്ഷേ ആ ഉത്തരവാദിത്തത്തിന് മുമ്പിൽ സമരസപ്പെടാൻ എനിക്ക് സാധ്യമാകില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷക്കാലം കൃത്യമായി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് നിങ്ങൾ കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രം. ശരി. ഡോക്ടർ GV ഹരി, അങ്ങനെയാണോ BJP ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ രാജ്യത്ത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ 10 വർഷം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതോ നിങ്ങൾക്ക് ഈ 5ാം ഘട്ടം എത്തുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടത് എന്ന ഒരു കൂടുതൽ ആത്മവിശ്വാസമാണോ ഉണ്ടാക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനുള്ള ആത്മവിശ്വാസം എന്തായാലും ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒന്നും വാക്കുകളിലോ അവരുടെ ബോഡി ലാംഗ്വേജിലോ ഒന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ ഇപ്പോൾ അശോക് വിഹാറിൽ അവിടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് കയറിയിട്ടുള്ളത്. അവിടെ ഉള്ള പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ, ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആ വേദിയിലുണ്ട്. ഈ സമയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ വലിയ ജനസംഖ്യയിൽ ആളുകൾ, അവിടെ വലിയ കൂട്ടം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് രാജ്യതലസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നിട്ടുള്ള ചിത്രം കാണിക്കുന്നത് രാജ്യത്ത് മൊത്തമായി തന്നെ ഈ 5ാം ഘട്ട തിരഞ്ഞെടുപ്പ്, തിങ്കളാഴ്ച 5ാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ 4 ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് മൊത്തം വോട്ടർമാരുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വോട്ടർമാർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കിട്ടുന്നുണ്ട്, അതിലൂടെ ജനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ്, 1ാം ഘട്ട തിരഞ്ഞെടുപ്പ് മുതൽ 4ാം ഘട്ട തിരഞ്ഞെടുപ്പ് വരെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള 19 സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് രാജസ്ഥാനിൽ ഏപ്രിൽ 21-ാം തീയതി രാജസ്ഥാനിൽ തുടങ്ങി അദ്ദേഹം ഏറ്റവും അവസാനമായി മെയ് 13-ാം തീയതി ബീഹാറിൽ സംസാരിച്ചതുവരെയുള്ള ഒരു ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം സംസാരിച്ചത് നേരത്തെ ഇവിടെ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ പാലങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇവർ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന പദ്ധതികളെക്കുറിച്ചോ ഒന്നുമല്ല. അവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ എന്നാണ്. ജയിക്കും എന്നുള്ളതല്ല, ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളതല്ല. നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് രാമക്ഷേത്രം ഇടിച്ചു കളയുമെന്നും രാമരാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ജിഹാദി രാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ചോദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും ഡോക്ടർ ലാൽ അടക്കമുള്ള ആളുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഒരു ആത്മവിശ്വാസക്കുറവ്, നേരത്തെ ഇവിടെ
VPP മുസ്തഫ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയും കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു തരത്തിൽ ഒരു മാധ്യമങ്ങളെയും കാണാൻ ശ്രമിക്കാത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് മലയാള ചാനൽക്കടക്കം ഇങ്ങോട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ ഇവിടെ അഭിമുഖങ്ങൾ കൊടുത്തത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എന്തായാലും 400 സീറ്റ് എന്ന ഇവരുടെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം എന്തായാലും ഇപ്പോൾ BJP കാണില്ല. എന്തായാലും ജൂൺ 4-ാം തീയതിയാണല്ലോ തിരഞ്ഞെടുപ്പ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കുക അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പ്രസ്താവന, അദ്ദേഹം പലപ്പോഴും കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലും അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 4-ാം തീയതി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തും, നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഞാൻ എഴുതിത്തരാം, ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനി ആവില്ല എന്ന് പറയുന്നൊരു നേതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുന്നു? അദ്ദേഹം ഈ രാജ്യം മുഴുവൻ 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച ആളാണ്. ഇത്രയേ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട യോഗങ്ങളിലും സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള ഫീഡ്ബാക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഇത്ര പരസ്യമായി എഴുതിത്തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ എഴുതിത്തരാം, നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകില്ല. ഡോക്ടർ GV ഹരി, അതേസമയം ഇപ്പുറത്ത് ഡൽഹിയിൽ തന്നെ നരേന്ദ്രമോദി മറ്റൊരു യോഗത്തിൽ ഇന്ന് വൈകുന്നേരം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഡൽഹിയെ കൊള്ളയടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം, മദ്യനയ അഴിമതി തങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ രാജകുടുംബത്തിൻ്റെ നിർദ്ദേശപ്രകാരം അഭിപ്രായം മാറ്റി അഴിമതിക്കാരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെ ദോസ്തിയും പഞ്ചാബിൽ ഗുസ്തിയുമാണ് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ എന്നാണ്. നോക്കൂ ലാൽ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ തന്നെ രാജ്യത്ത് BJPയെ ശക്തമായി നേരിട്ടിട്ടുള്ള CBIയും EDയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല ഏജൻസികളെയും വകവയ്ക്കാതെ BJPയെ ശക്തമായി നേരിടാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടയോടൊപ്പം നിൽക്കാൻ കഴിയുന്ന 28 പാർട്ടികൾ ചേർന്നിട്ടാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നയം, ഞങ്ങളുടെ നയം വളരെ കൃത്യമാണ്. ഇപ്പോൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യത്തിലാണെങ്കിലും ശരി, അവർ അന്വേഷണം നേരിടട്ടെ, തെറ്റുകാർ ആണെങ്കിൽ അവർ ജയിലിൽ പോകട്ടെ എന്ന സമീപനം തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ED ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ CBI അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട് പോയിട്ടാണല്ലോ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് ശ്രീ സോണിയാഗാന്ധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ശ്രീ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതിനൊന്നും കോൺഗ്രസ് പാർട്ടി എതിരല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്തത്? അദ്ദേഹം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അയോഗ്യതയായി ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം അദ്ദേഹം ചേർന്നില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം BJPയോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സുഖമായി ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു കേസും ഉണ്ടാകില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് അനുവദനീയമല്ല. കാരണം ഈ രാജ്യത്ത് ഒരു നമ്മളെ പറയുക ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. ആ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 2 മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന 2 മുഖ്യമന്ത്രിമാർ ഈ രാജ്യത്തെ ജയിലിൽ പോകാൻ അല്ലെങ്കിൽ ജയിലിലാക്കാൻ BJP അത് ഇവിടെ തയ്യാറായി. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്നാണോ ലാൽ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയാണ് കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ LDFുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് LDF എന്ന് നമുക്കറിയാവുന്ന പോലെ CPM എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം കോൺഗ്രസും അതോടൊപ്പം തന്നെ LDFും മത്സരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പഞ്ചാബിലെ കാര്യവും. അതേസമയം നമ്മൾ സഖ്യത്തിൽ മത്സരിക്കുന്ന 7 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് നമ്മൾ സഖ്യത്തിൽ മത്സരിക്കുന്നുണ്ട്. സഖ്യമില്ലാത്ത പഞ്ചാബിലും നമ്മൾ മത്സരിക്കുന്നു. അത് കേരളത്തിലുമുണ്ട്. അത് സ്വാഭാവികമായ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലാൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പഴയ ഒരു ആത്മവിശ്വാസം എന്തായാലും ഉല്ലാസ് ബാബു അത് കാണിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ശരി ഡോക്ടർ VPP, പക്ഷേ ഒരു കാര്യമുണ്ട്, കിട്ടുന്ന അവസരങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ തങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തേണ്ടത് എന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ വൈഭവം അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ
വല്ലാതെ BJP പ്രതിരോധത്തിലാക്കിയതാണ് അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന ശേഷം പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്ത് നടത്തിയ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം. അതോടുകൂടി തന്നെ BJPയുടെ ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അമിത്ഷാ വന്ന് മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. നരേന്ദ്രമോദി അടുത്ത വർഷം അധികാരത്തിലേക്കല്ല താഴേക്ക് ആണ് പോകാൻ പോകുന്നത്, അതായത് പുറത്തേക്കാണ് പോകാൻ പോകുന്നത് എന്ന് 75 വയസ്സ് തികയുന്നു എന്നൊരു കാര്യം പോലും എടുത്തിട്ടത് ഇപ്പോഴും അതിൻ്റെ ചങ്കിടിപ്പ് മാറിയിട്ടില്ല BJP നേതാക്കൾക്കൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാതി മാലിവാളിൻ്റെ കാര്യം വരുന്നത്. ഡൽഹിയിൽ പുതിയ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. കെജ്രിവാൾ നാളെ BJP ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടിക്കാരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് പോവുകയാണ്. ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവിടെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നരേന്ദ്രമോദി ഈ 5ാം ഘട്ടത്തിലെ കൺഫ്യൂഷൻ കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണോ ഇന്ത്യ സഖ്യം കാണുന്നത്? തീർച്ചയായിട്ടും. എന്താണ് സംശയിക്കാനിരിക്കുന്നത്? ഇപ്പോൾ ഒരുതരം ഏകാധിപത്യ ഭരണത്തിൻ്റെ സ്വഭാവമാണല്ലോ, ഒരു ഫാഷിസ്റ്റ് സ്വഭാവത്തിലാണല്ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ RSSന്റെ അജണ്ടക്കനുസരിച്ച് ഒരു ഫാഷിസ്റ്റ് മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി മറ്റെല്ലാ വിയോജിപ്പുകളെയും പ്രതിപക്ഷ ശബ്ദങ്ങളെയും അടച്ചിടുക, അത് കഴിഞ്ഞ കുറച്ച് കാലമായി അവർ സ്വീകരിച്ചു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക തന്നെയാണ്, അതാണ് ഫാഷിസം. പണ്ട് ഹിറ്റ്ലർ ചെയ്ത് അങ്ങനെയാണ്, മുസോളിനി ചെയ്ത് അങ്ങനെയാണ്. ആ ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ അതേ വഴിയിലേക്ക് തന്നെയാണ് ഇവർ നീങ്ങിക്കൊണ്ടിരുന്നത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയാണ്, അല്ലാതെ ജനങ്ങളുടെ പിന്തുണയിലൊന്നും ആയിരുന്നില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് പല സംഗതികളിലും നമുക്കൊരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയിൽ വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. കെജ്രിവാളിനെ തീർച്ചയായിട്ടും കോടതി ജാമ്യം കൊടുത്തത് സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരാൾക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് കാരണം 65-ൽ ഇന്ത്യ CPIയുടെ പിളർപ്പിൽ CPIM രൂപീകൃതമായി ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു. അന്ന് മത്സരിച്ച CPMന്റെ നേതാക്കളെല്ലാം ജയിലിലായിരുന്നു. ചൈന ചാരന്മാരെന്ന് മുദ്ര കുത്തിയിട്ട് അങ്ങനെ ജയിലിൽ കിടന്ന് മത്സരിച്ച 10-12 പേരാണ്. തിരുവനന്തപുരത്തെ സഖാവ് അനിരുദ്ധൻ ഉൾപ്പെടെ, നമ്മുടെ ചർച്ചയിൽ പലപ്പോഴും പങ്കെടുക്കുന്ന ഡോക്ടർ സമ്പത്തിന്റെ പിതാവ്, പഴയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി സഖാവ് അനിരുദ്ധൻ ഉൾപ്പെടെ ഇവിടെ വടക്കൻ കേരളം വരെ സഖാവ് AV കുഞ്ഞമ്പു വരെ നിരവധി ആളുകൾ ജയിലിൽ കിടന്നിട്ടാണ് അന്ന് മത്സരിച്ച് ജയിച്ചത്. സ്ഥാനാർത്ഥിക്ക് പോലും അന്ന് പ്രചരണത്തിന് അനുവാദം കൊടുത്തിരുന്നില്ല. അവിടെയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഗൗരവമായി EDയുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ട് പോലും കെജ്രിവാളിന് താൽക്കാലികമായിട്ടുള്ള ജാമ്യം അനുവദിക്കുന്നത്. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലമായി ജയിലിൽ കിടക്കുന്ന പലർക്കും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിക്കുകയാണ്. പ്രബീർ പുർക്കായിസ്തയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ പൂക്കാലത്തെക്കുറിച്ചുമെല്ലാം വലിയ വികസന പ്രസംഗം നടത്തുകയാണല്ലോ. അവിടെയാണ് നമ്മൾ പ്രബീർ പുർക്കായിസ്തയുടെ അറസ്റ്റിനെ കണ്ടത്. അത് ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ വളരെ ശുഭപ്രതീക്ഷ. കാരണം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ സർക്കാരിൻ്റെ മെഷീനറിയെയും മുഴുവൻ തങ്ങളുടെ ഒരു വെറും കൈയുപകരണങ്ങളാക്കി മാറ്റിയിരുന്ന അവസ്ഥയിൽ നിന്ന് അത് പലതും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം ഉണ്ടാവുന്ന 400-ൽ ഞങ്ങൾ വെറുതെ ഒരു ഊഹം പറയുന്നതല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കറിയാലോ, പലതിലും ബെറ്റിംഗ് വാതുവെപ്പുണ്ടല്ലോ. ക്രിക്കറ്റിൽ പോലും ഓരോ ബോൾ എറിയുന്നതിനും വാതുവെപ്പുണ്ട് IPL എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ ഇലക്ഷന്റെ സമയത്തും എല്ലാവർക്കും അറിയാലോ വാതുവെപ്പ് നടക്കുന്നുണ്ട് ഈ ബെറ്റിംഗ് സിൻഡിക്കേറ്റിന്റെ. ഇവർ തുടങ്ങുമ്പോൾ മോഡിയുടെ ഈ വാക്കുകളിൽ വിശ്വസിച്ചിട്ട് 370 മുതൽ 400 വരെ സീറ്റുകൾ BJPക്ക് എന്നുള്ളതാണ് അത്ര ബെറ്റിംഗ് സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന റൈറ്റ്. അതിപ്പോ കുത്തനെ കുറഞ്ഞിട്ട് ഈ 5ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ കുത്തനെ കുറഞ്ഞ് 230 മുതൽ 260 വരെയാണത്രേ ഇപ്പോൾ NDA സഖ്യത്തിന് ബെറ്റിംഗ് സിൻഡിക്കേറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബെറ്റിംഗ് സിൻഡിക്കേറ്റ് നല്ലതാണ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാം പറയുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ നിയമവിരുദ്ധമായ കാര്യം രാജ്യത്ത് നടക്കുകയാണ്. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്. ഈ മാധ്യമങ്ങൾ തന്നെ ഏതാ? സി ഗ്രൂപ്പ്, സി ന്യൂസും അതുപോലെയുള്ള ചാനലുകളും മാധ്യമങ്ങളും കൈകാര്യം ചെയ്യുന്ന സി ഗ്രൂപ്പ് നേരത്തെ ഗോഡി മീഡിയയിലെ ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവരാ. അവരുടെ ഇപ്പോ കഴിഞ്ഞൊരു 10-20 ദിവസമായിട്ടുള്ള നിലപാട് മാറ്റം, ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ നിലപാട് മാറ്റം നിങ്ങൾ നോക്ക്.
നമ്മുടെ രാജ്യത്ത് ഗോധി മീഡിയയിൽ തന്നെ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്ന പ്രവണതയാണ്. BJP നേതാവിന്റെ അല്ലെങ്കിൽ അമിത്ഷായുടെയോ മോഡിയുടെയോ പ്രസംഗങ്ങളിലോ ശൈലിയിലോ വന്ന മാറ്റം മാത്രമല്ല, നമ്മുടെ ഓഹരി കമ്പോളത്തിൽ ഈ ചാഞ്ചാട്ടം മനസ്സിലായതോടുകൂടി കഴിഞ്ഞ കുറെ ദിവസമായി ഓഹരി കമ്പോളത്തിൽ കുത്തനെ ഇടിവുകൾ, നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഈ 10 വർഷം കൊണ്ട് ഇവരുണ്ടാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്കല്ല രാജ്യം പോകുന്നത്. രാജ്യത്തിന്റെ വളരെ കൃത്യമായ പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഈ ഏകാധിപത്യ ഭരണ സംവിധാനത്തിന് ഒരു മാറ്റം. അവിടെ ഇടതുപക്ഷത്തെ പോലും എത്രമാത്രം ഭയക്കുന്നു. ഇവിടെ ഉല്ലാസ് ബാബു ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്ന വാർത്ത എന്താ ഡോക്ടർ ലാൽ? അവിടെ ഗോൾഡ് മാർക്കറ്റിലും പരിസരങ്ങളിലുമെല്ലാം അവിടുത്തെ CPIM പ്രവർത്തകർ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ AAPയും അതുപോലെ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, പക്ഷെ ഞങ്ങൾ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഞങ്ങൾക്കുള്ള സ്വാധീനം വെച്ച് അവിടെ പാർട്ടി പതാകയൊക്കെ പിടിച്ച് അഖിലേന്ത്യാ പാർട്ടി സെന്ററിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്വഭാവ് ഡോക്ടർ MA ബേബിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഡൽഹിയിലെ പ്രവർത്തകർ 3 മണിക്കൂറിനിടെ 4 തവണയാണ് ഡൽഹി പോലീസ് വന്ന് ആ ഫീൽഡ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയത്. കൊടി പിടിക്കാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡൽഹിയിൽ ഞങ്ങൾ അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഉള്ള 4 ഇവരെന്തുമാത്രം ഭയക്കുന്നു. അല്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ ഒന്നുമില്ലല്ലോ, അവരാണ് അങ്ങനെ പറഞ്ഞ് പോയിക്കോട്ടെ, അങ്ങനെ കരുതിയാൽ പോരെ. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് 3 മണിക്കൂറിടെ 4 തവണ വന്നിട്ടാണ് ആ സഹാക്കളെയും പ്രവർത്തകരെയും തടഞ്ഞത്. ഇതാ അവർ കാണിക്കുന്നത്. ഹരിയാനയിലെ വാർത്തകൾ എന്താ? 10ൽ 10 സീറ്റും അവർ നേടിയ, നിലവിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇടക്ക് അവർക്ക് തന്നെ ഹരിയാനയിൽ ഉയർന്നു വരുന്ന ആന്റി ഇൻകംബൻസി മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ മാറ്റി, ഘട്ടന മാറ്റി. എന്നിട്ട് കൊണ്ടുവന്ന ഹരിയാനയിൽ അമിത്ഷായുടെ റാലികൾ മുഴുവൻ റദ്ദാക്കേണ്ടി വന്നില്ലേ? അവിടെ ഈ ഘട്ടർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ റാലി നടത്താൻ പറ്റാത്ത അവസ്ഥ. മുഴുവൻ കർഷകരല്ലേ, ഞങ്ങളല്ല, ഞങ്ങളവിടെ ദുർബലം. പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ പിന്നണിയിൽ ഉണ്ടായിരുന്ന കർഷകർ ഹരിയാനയിൽ നിങ്ങളുടെ ഒരൊറ്റ യോഗം നടത്താൻ വിടുന്നില്ല. പഞ്ചാബിലെ സ്ഥിതി എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏതെങ്കിലും സ്വപ്ന ലോകത്തിരുന്നിട്ട്, ഞങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയമായതുകൊണ്ട് BJPയുടെ ഈ 400 സീറ്റ് അല്ലെങ്കിൽ അവകാശവാദങ്ങളെ വിമർശിക്കേണ്ടത് കൊണ്ട് അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിരുന്നിട്ട്, ഒരു ഭ്രമലോകത്തിരുന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതല്ല. രാജ്യത്തുള്ള ഫീൽഡിലെ വസ്തുതകൾ, യഥാർത്ഥ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് രാഷ്ട്രീയമായതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നതല്ല. ഈ റിപ്പോർട്ടൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയെന്നുള്ളതൊക്കെയാണ് ഉല്ലാസ് ബാബുവിന്റെ സംശയം. ഉല്ലാസ് ബാബു, ഇത് ആരെങ്കിലും ഇരുന്നുണ്ടാക്കുന്നതല്ല, ഇത് കൈരളിക്ക് മാത്രം കിട്ടുന്നതല്ല. ഇപ്പോൾ ഗോധി മീഡിയയെക്കുറിച്ചൊക്കെ നേരത്തെ ഡോക്ടർ VPP പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് രാജ്യത്ത് പല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഡൽഹിയിലെ കാര്യങ്ങൾ ഡോക്ടർ VPPയും ഡോക്ടർ GV ഹരിയും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാട്ടി. അതുപോലെ ഹരിയാനയിലെ കാര്യം നമ്മളിപ്പോൾ കേട്ടു. ഇത് കൂടാതെ ദക്ഷിണേന്ത്യയുടെ കാര്യം നമ്മളിപ്പോൾ ഈ 5ാം ഘട്ടത്തിൽ വരുന്നതല്ല, എന്നാൽ കൂടി നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഇത് കൂടാതെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളുണ്ടല്ലോ, BJPക്ക് ശുഭകരമായ കാര്യങ്ങളല്ല. അവിടെ BJP പ്രവർത്തകർ പോലും ഫീൽഡിൽ ഇറങ്ങി പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം പോലും നടത്തുന്നില്ല എന്നാണ്. ഞാൻ വേണമെങ്കിൽ ചില മണ്ഡലങ്ങളുടെ പേര് തന്നെ പറയാം. മധുര, ഫത്തേപൂർ സിക്രി, മീററ്റ്, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ, ഇത് ചില മണ്ഡലങ്ങൾ മാത്രമാണ് ഞാനീ പറയുന്നത്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു തരത്തിൽ മോദിക്കെതിരായിട്ടുള്ള ചില വികാരമാണ് അവിടുത്തെ RSSൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നാണ് വരുന്ന വാർത്ത. ഇതിനൊക്കെ കാരണം ശിവരാജ് സിംഗ് ചൗഹാനെ ഒതുക്കിയതുപോലെ, രമൺ സിംഗിനെ ഒതുക്കിയതുപോലെ അടുത്തത് യോഗി ആദിത്യനാഥാണ് എന്ന് അവരൊക്കെ കരുതുന്നുണ്ട്. മോദിക്ക് അങ്ങനെ ഒരു 3ാം ഘട്ട വിജയത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആരും വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് അവിടെ ഒരു വിഭാഗം തന്നെ കരുതിയിരിക്കുന്നതെന്നാണ് വാർത്ത. അതുകൊണ്ടാണ് ചില ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ പോലും പല ഇതിൽ നടന്ന ഇലക്ഷനിലൊന്നും പോയിട്ടില്ല എന്നാണ്. പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണം ഇതൊക്കെയാണ് എന്നൊരു വീക്ഷണമുണ്ട്. ഇതൊക്കെ BJP കാണാതെ ഞങ്ങൾക്ക് തന്നെ ഇത്തവണ വീണ്ടും വരാൻ സാധിക്കും, 400 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ചർച്ച കഴിഞ്ഞാലും വീണ്ടും കാണണമല്ലോ.
തീർച്ചയായിട്ടും നമുക്ക് 4-ാം തീയതി കാണണ്ടേ. 4-ാം തീയതി ഒരു ഉച്ചയോട് കൂടിയിട്ട് ഡോക്ടർ ലാൽ ഞാനും കൂടിയൊക്കെ ഇരുന്ന് നമ്മൾ സംസാരിക്കില്ലേ, ഇപ്പം എന്തായി ലാലെന്ന് ഞാൻ ചോദിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ലാൽ മറുപടി പറയില്ലേ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ബഹുമാനായ ശ്രീ ജി വി ഹരി, അതുപോലെ തന്നെ ശ്രീ VPP മുസ്തഫ, ഇവർ രണ്ടുപേരും ലാലും കൂടി ഒരു ടീം വർക്കിൽ ഇരിക്കുന്നത് കാണും. വളരെ സന്തോഷം. 4-ാം തീയതി കഴിഞ്ഞാലും കേരളത്തിലെ വിഷയത്തിലും നിങ്ങൾ ഇതേ ടീം വർക്ക് തന്നെ കീപ്പ് ചെയ്ത് പോകണമെന്ന് മാത്രമാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. കാരണം അങ്ങനെയാണല്ലോ, ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയില്ലാതെ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. പ്രതിപക്ഷവും ഭരണപക്ഷവും കാണിക്കുന്ന ഗിമ്മിക്ക് മാത്രമായിരുന്നു ഇത്ര കാലം കാണിച്ചിരുന്നതെന്ന് കണ്ടാൽ കൊള്ളാം. ശ്രീ ഡോക്ടർ അനിൽ പറഞ്ഞ കാര്യം, ഡോക്ടർ അനിലേ, നിങ്ങൾക്ക് റിപ്പോർട്ട് പോലെ BJPക്കും കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. ഇല്ലേ? ആരെയാണ് ഉദ്ദേശിച്ചത്? ഹലോ, സോറി, ഡോക്ടർ ലാൽ, ഡോക്ടർ അനിലല്ല, ഡോക്ടർ ലാൽ. അങ്ങേക്ക് കിട്ടുന്ന റിപ്പോർട്ട് പോലെ തന്നെ ഞങ്ങൾക്കും പാർട്ടിയിൽ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തർപ്രദേശിലോ ഞങ്ങളുടെ മധ്യപ്രദേശിലോ ഞങ്ങളുടെ രാജസ്ഥാനിലോ ആസാമിലോ ഹരിയാനയിലോ ഒന്നും നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള യാതൊരു പ്രയാസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ഇത്രയും വലുതായി വളർന്നു വന്ന രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സജ്ജമാക്കും? ഉല്ലാസ് ബാബു, പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ, നിഷ്പക്ഷത പാലിക്കുന്ന മാധ്യമങ്ങളിൽ കൃത്യമായ ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ പോയി ഉത്തർപ്രദേശിലൂടെ സഞ്ചരിച്ച് എടുത്ത ചില വാർത്തകളാണ് ഞാനിപ്പോൾ താങ്കളുടെ മുമ്പാകെ വെച്ചത്. ഫത്തേപൂർ സിക്രിയെക്കുറിച്ചും മീററ്റിനെക്കുറിച്ചും ഒക്കെ താങ്കളുടെ മുമ്പാകെ, മധുരയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് അതാണ്. RSS പ്രവർത്തകർ അവരോട് സംസാരിച്ചതാണ്. ഇതൊക്കെ റെക്കോർഡിക്കലാണ്. ഇതൊക്കെ ഉത്തർപ്രദേശിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്കൾ എത്ര നിഷേധിച്ചാലും. നോക്കൂ ഡോക്ടർ ലാൽ, 10 പേരോ 20 പേരോ 30 പേര് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചുകൊട്ടെ. എക്സിറ്റ് പോൾ എന്ന് പറയപ്പെടുന്ന ആ പ്രക്രിയ പരിപൂർണമായി ശരിയായ ചരിത്രം ഇന്നിവിടെ എല്ലായിടത്തും ഉണ്ട്. എക്സിറ്റ് പോൾ അല്ല ഇത്. എക്സിറ്റ് പോൾ അല്ല, ഇത് മാധ്യമ പ്രവർത്തകർ പോയി സംസാരിച്ചെടുക്കുന്ന വാർത്തകളാണ്. UP-യിൽ താക്കൂർമാർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും BJPക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരൊരിക്കലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു നല്ല വിഭാഗം അതിനകത്തുണ്ട്. അവർ ഇത്തവണ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഈ പറയുന്ന റിപ്പോർട്ടിൽ. ഡോക്ടർ ലാൽ, നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വരുന്നത് പൂർത്തീകരിക്കാൻ സമ്മതിക്കൂ. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ റിപ്പോർട്ടർമാർ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാകാം, അവർക്ക് കുറേ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം. അവരുടെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് റിപ്പോർട്ടുകളാക്കി കണ്ട് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകാം, നിങ്ങളത് കണ്ടിട്ടുണ്ടാകാം. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല സർ. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിനകത്ത് വളരെ കൃത്യമായി തന്നെ ഡോക്ടർ ലാലിനോട് പറഞ്ഞു തരുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് BJP 400 സീറ്റുകൾ ജയിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് 10 വർഷക്കാലം ഞങ്ങളിവിടെ ഭരിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 30 വർഷക്കാലം ഇനിയും ഭരിക്കാനുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പ് കൃത്യമായി ട്രാക്കിൽ തന്നെയാണ്. അല്ല, ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഒരു ക്യാപ്സ്യൂള് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തോൽക്കണമെന്നുള്ളതും ലാലിന്റെ ആഗ്രഹമാണ്. ഞങ്ങൾ തോൽക്കണമെന്നുള്ളതും ലാലിന്റെ ആഗ്രഹമാണ്. ഞാൻ ചോദിച്ച കാര്യം ഇതാണ്. അവിടെ ഉത്തർപ്രദേശിൽ RSSന് അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടോ? അവിടെ നിങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ വരാം. ഉത്തർപ്രദേശിലെ കാര്യം താങ്കൾ ആദ്യം പറയൂ. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മേഖലകളിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയുമൊക്കെ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ഇരുകെട്ടായി നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ പ്രതിപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി ഒരേ അജണ്ടയിൽ തന്നെ ഒരേ ഡെവലപ്മെൻറ്റ് ശൈലിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും മത്സരിക്കുന്നതും സ്ഥാനാർത്ഥികളോടൊപ്പം നിൽക്കുന്നതും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും. അവിടെ നിങ്ങൾക്ക് തോന്നുന്ന ആശയങ്ങൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ ഞങ്ങൾക്കെതിരായതുകൊണ്ടാണ്. എനിക്ക് സ്വപ്നം കാണാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ലാൽ എന്തെങ്കിലും കാര്യം എന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കി ചോദിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് അത് പറയാം. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നിഷ്പക്ഷത എന്ന് ആളുകൾ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അത് കണ്ടിട്ടാണ് നരേന്ദ്രമോദിക്ക് ഹാലിളകുന്നത് എന്നാണ് പൊതുവെയുള്ള വർത്തമാനം. ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ടാണ് അദ്ദേഹം ഇപ്പോൾ
മറ്റു പല രീതിയിലും പ്രതികരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഒരു ഹാലും ഇളകിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ വിജയം ഉണ്ടാകുമെന്ന് കാണുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഹാലിളകുന്നുണ്ട്, നരേന്ദ്രമോദിക്ക് ഒരു ഹാലിളകുന്നില്ല. പിന്നെ നോക്കൂ, മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, ഞാൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മാധ്യമ പ്രവർത്തനത്തിന് സപ്പോർട്ടോടു കൂടിയല്ല 2-ൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്കും അതിൻ്റെ പ്ലസ്സിലേക്ക് ഞങ്ങൾ ഉയർന്നു വന്നത്. ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്കൊരു മാധ്യമ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. എത്ര കാലം ഞങ്ങൾ ഈ മാധ്യമ സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പിടിച്ചു നിന്നിട്ടുണ്ട്. ഡോക്ടർ ലാലിനെ അറിഞ്ഞൂടെ? ഞങ്ങൾക്കൊന്നൊരു മാധ്യമ സപ്പോർട്ട് അന്നും ഇന്നും ഉണ്ടായില്ല. ഡോക്ടർ ലാലിനെ പോലെയുള്ള കടുത്ത വിമർശകർ മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. ആ വിമർശനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വിജയിക്കാനുള്ള ഇന്ധനവുമായി വന്നിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് 3-ാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA മുന്നണി സർക്കാർ അധികാരത്തിൽ കയറും ഡോക്ടർ ലാൽ. അത് നമ്മൾ കൃത്യമായി 4-ാം തീയതി വായിക്കേണ്ടി വരും. അന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടി വരും. അത് ഇന്ത്യൻ രാഷ്ട്രീയയുടെ നൈതികതയുടെ ഭാഗമായിട്ട് വരികയും ചെയ്യും, ഒരു സംശയവുമില്ല. ഒരു പ്രതിപക്ഷ സംവിധാനത്തിന്റെ കൂട്ടായ്മയ്ക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്നേ. ശരി അതിനുള്ള പ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഡോക്ടർ GV ഹരിക്കും ഡോക്ടർ VPPക്കും പറയാം. പക്ഷേ അതേസമയം ഡോക്ടർ GV ഹരി, ചില കാര്യങ്ങൾ നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നരേന്ദ്രമോദിയാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കി നിർത്തേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ ഇവിടെ കോട്ട് ചെയ്തൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ മദ്യനയ അഴിമതിയെക്കുറിച്ച് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്, എന്നിട്ട് ആണ് ആം ആദ്മി പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ കെജ്രിവാളിനൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു ചേർച്ചക്കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഒത്തുപോവുക? കോൺഗ്രസ്സിന് പലപ്പോഴും എടുക്കേണ്ട നിലപാടുകളിൽ പലപ്പോഴും കൃത്യത വരാതെ പോയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും നല്ലൊരു സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയമുണ്ടാക്കിയോ? 5-ാം ഘട്ടം എത്തിയപ്പോൾ വന്ന ഈ ഒരു ചേർച്ച ആദ്യമേ വരുത്താമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാനതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കൊന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അല്ല, നിങ്ങൾക്ക് അഴിമതിയെ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അഴിമതി എവിടെ കണ്ടാലും നിങ്ങൾ എതിർക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയാണ്, അതുകൊണ്ട് ഞങ്ങൾ എതിർത്തതാണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ അതങ്ങനെ ഒരു സഖ്യത്തിൽ പെടുന്ന പാർട്ടികൾ ആരാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചു? ഇല്ലല്ലോ, ഒരു പരാജയം സംഭവിച്ചില്ല. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അഴിമതിയെ ഞങ്ങൾ അതേമാതിരി കോൺഗ്രസിനകത്തുണ്ടായാലും അതിനകത്ത് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് അന്വേഷിക്കാൻ എല്ലാ ഏജൻസികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണല്ലോ. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമുണ്ടായി, അദ്ദേഹത്തിനെതിരെ അന്വേഷണമുണ്ടായി, അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ എന്താ സംഭവിച്ചത്? അദ്ദേഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി പറയുന്നതിൽ കാര്യമില്ലേ? നിങ്ങൾ പരാതി കൊടുത്തിട്ടാണ് കെജ്രിവാളിനെ അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്, ജയിലിലാക്കേണ്ടി വന്നത്. ഇപ്പോൾ അതിനകത്ത് കിടന്ന് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? അതൊരു സിമ്പതി ഫാക്ടറാക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് മോദി ചോദിച്ചാൽ പിന്നെ എന്താണ് അർത്ഥം? അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ലല്ലോ ലാലെ, ഞങ്ങൾ അതിനെയല്ല അനുകൂലിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ജയിലിൽ പോയി, അദ്ദേഹത്തിനെതിരായിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ അദ്ദേഹം പോയത് കോൺഗ്രസിനെ കാണാനല്ലോ, അദ്ദേഹം സുപ്രീം കോടതിയിലെ സമീപിച്ചു. സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ജാമ്യം അദ്ദേഹത്തിന് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം പരിഗണിച്ച് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണല്ലോ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, ജാമ്യം കൊടുക്കുന്നത്. ഇത്ര ബുദ്ധിമുട്ടിക്കണമായിരുന്നോ കെജ്രിവാളിനെ? ഇത്ര ബുദ്ധിമുട്ടിക്കണമായിരുന്നോ? പരാതി കൊടുത്ത അവിടുത്തെ ഡൽഹിയിലെ PCC പ്രസിഡന്റ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% അഴിമതിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് കെജ്രിവാളെന്നോ രാഹുൽ ഗാന്ധിയെന്നോ വ്യത്യാസമില്ല. അപ്പോൾ അതിനകത്ത് നമ്മളെടുത്തിട്ടുള്ള നിലപാട് എന്താ? എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ അദ്ദേഹത്തിന് ജയിലിൽ അടച്ചതിനെ സംബന്ധിച്ചതല്ല ഞങ്ങളുടെ ഒരു ഇതുണ്ടായത്. ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷന് വിരുദ്ധമായ ഒരു നിലപാടാണ്. അല്ല, അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണെന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കളോടുള്ള നിങ്ങളുടെ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു ഇടപെടലിനെ കുറിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായ പിണറായി വിജയനോട് എന്തായിരുന്നു കേരളത്തിലെ ഇലക്ഷൻ സമയത്ത് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ പലവണ ചർച്ച ചെയ്തതാണ്. ഞാനൊന്ന് അത് എടുത്തിട്ടേ ഉള്ളൂ, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് നോക്കൂ, ഇന്ന് മമതാ ബാനർജിയെ അധിർ രഞ്ജൻ ചൗധരി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്, അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖാർഗെ താക്കീത് കൊടുത്തിരിക്കുകയാണ്, കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയും മിണ്ടിപ്പോരുതെന്നാണ് അധിർ രഞ്ജൻ ചൗധരിയോട് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ അന്ന് VD സതീശനോടും സുധാകരനോടും ഖാർഗെയൊക്കെ എടുക്കാമായിരുന്നു ആ നിലപാട്. എന്തുകൊണ്ടത് ചെയ്തില്ല? അല്ല, അദ്ദേഹത്തെ
തിരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്താണ് പറഞ്ഞതിനെ കുറിച്ച് ലാലിന് എന്താണ് പറയാനുള്ളത്? ആദ്യം ആര് പറഞ്ഞു? അല്ല ഞാൻ പറയട്ടെ, ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആം ആദ്മി പാർട്ടിയുമായി ഞങ്ങൾ കേരളത്തിലെ പോലെ തന്നെ പഞ്ചാബിലും ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അതിനകത്തൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം മത്സരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവിടെ എന്തു പറഞ്ഞു ചില നേതാക്കന്മാർക്കെതിരായിട്ടുള്ളൊരു നിലപാട് അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ലാൽ തന്നെ ആത്മപരിശോധന നടത്തിയിരിക്കുകയും ലാലിനെ പോലൊരു മാധ്യമ പ്രവർത്തകൻ ഞാനത് പറഞ്ഞു. എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് താങ്കൾ ഇന്ത്യ മുഴുവൻ നടന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ താങ്കൾ പറഞ്ഞപ്പോൾ അത് ഞാൻ കുറച്ച് കാണുന്നുമില്ല. പക്ഷേ ജയിലിൽ പോയി, നിങ്ങൾ കാരണം ജയിലിൽ പോയി വന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കടത്തിവെട്ടി മുമ്പിൽ നിൽക്കുന്നു, ഇന്ത്യ സഖ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി ലാലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഇത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആളെയോ ഒരു വ്യക്തിയോ കണ്ടുകൊണ്ടല്ല ഈ ഒരു ഐക്യം അല്ലെങ്കിൽ ഈ ഒരു മുന്നണി ഉണ്ടാക്കുന്നത്. ഈ മുന്നണി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ CPM ചില ഘട്ടങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ പഴയ ഹിസ്റ്ററിയിൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും മനസ്സിലതുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. ഇത് നമ്മൾ മുന്നോട്ട് വെച്ചൊരു അജണ്ട, ആ അജണ്ടയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രാജ്യത്ത് ഫാസിസ്റ്റ് വർഗീയ സമീപനം എടുക്കുന്ന BJPക്കെതിരായിട്ടുള്ളൊരു സമീപനം. അതിനോടൊപ്പം ആരൊക്കെ നിൽക്കാൻ, ചങ്കൂറ്റമുള്ള ആർക്കൊക്കെ നിൽക്കാൻ കഴിയുമോ അവരൊക്കെ നിൽക്കുക. അങ്ങനെയാണ് 28 പാർട്ടികൾ ഇവിടെ ഉണ്ടായത്. കേരളത്തിൽ അത് ചില നേതാക്കന്മാർക്ക് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായിട്ട് അതിനെ BJPയെ രാജ്യത്ത് എതിരിടാൻ കഴിയുന്ന നേതാക്കന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. കേരളത്തിലോ പഞ്ചാബിലോ പശ്ചിമ ബംഗാളിലോ നിങ്ങൾ സഖ്യം ഉണ്ടാക്കണം എന്നുള്ള വാശിയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളായി നിൽക്കുന്ന നേതാക്കൾ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം, ഡൽഹി ഉൾപ്പെടെ കേജ്രിവാളിനോട് ഉൾപ്പെടെ എടുത്ത സമീപനത്തിൽ ഒരു ഒരേപോലെ അല്ല ഇപ്പോൾ നിങ്ങൾ അതിനെ കാണുന്നത്. ഖാർഗെ പോലും ഇന്ന് തിരുത്തിയതിൽ നിന്ന് എനിക്കതാണ് തോന്നിയത്. നിങ്ങൾ തെറ്റ് മനസ്സിലാക്കിയില്ല. അത് ലാല് തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കൂ. ഈ ഓരോ നേതാക്കന്മാരോടുമുള്ള നമ്മുടെ സമീപനം, ഈ ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ എത്ര ശക്തമായിട്ടാണ് BJPക്കെതിരെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അത് പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രിയങ്കരനായ ശ്രീ ലാൽ, പ്രിയപ്പെട്ട ലാൽ, ഡോക്ടർ VPP ആണ് എടുത്തിട്ടുള്ള നിലപാട് പോലെ കേരളത്തിലെ പല നേതാക്കന്മാരും പോയിട്ടില്ല എന്ന വിമർശനമുണ്ട്. ഡോക്ടർ VPP ഇക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ കെജ്രിവാൾ സീൻ കയ്യിലെടുത്തു, രാഹുൽ ഗാന്ധിയെ ഒന്ന് സൈഡാക്കി. അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുടെ പോക്ക് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ കോൺഗ്രസിൻ്റെ പങ്ക് എന്താണെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, അത് ശ്രീലാൽ, കോൺഗ്രസിൻ്റെ സമീപനത്തെക്കുറിച്ചുള്ള വിമർശനം CPIM നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. INDA എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും തീരുമാനിപ്പിച്ചുറപ്പിച്ച് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കിക്കഴിഞ്ഞിട്ടുള്ള ഒരു മുന്നണിയല്ല. ഒരു മിനിമം അജണ്ടയാണ് ഇപ്പോൾ അതിൻ്റെ മുമ്പിലുള്ളത്. ആ മിനിമം അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ 10 വർഷമായി അധികാരത്തിലുള്ള ഫാഷിസത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞ നമ്മുടെ ഡോറിൽ വന്നിട്ട് ഫാഷിസത്തിൻ്റെ കുളമ്പടി ഒച്ച കേൾപ്പിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP മുന്നണി ഭരണം അവസാനിപ്പിക്കുക. കാരണം അത് BJPയോടുള്ള കക്ഷി രാഷ്ട്രീയമായ സങ്കുചിതമായ എതിർപ്പിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ആശയം, അതിൻ്റെ ഭരണഘടന, അതിൻ്റെ മൂല്യങ്ങൾ, ജനാധിപത്യം, ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ മിനിമം പ്രോഗ്രാമിന്റെ പുറത്താണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് എല്ലാ വിഷയങ്ങളും, അതിനകത്തെ കക്ഷികൾ എല്ലാ വിഷയങ്ങളിലും ഒരു പൊതു മിനിമം പരിപാടി പണ്ട് 2004 UPA ഉണ്ടായതുപോലെ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ സ്ട്രാറ്റജി എന്താ? ഓരോ സംസ്ഥാനത്തും അവിടെ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ BJP വിജയിച്ചു വരുന്നത് പരമാവധി തടയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ CPM കോൺഗ്രസ് മത്സരം നടക്കുന്നത്. കാരണം ഇവിടെ CPM-ഉം കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിലെ ഇന്ത്യ കൂട്ടായ്മയുടെ പേരിൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുഖ്യ പ്രതിപക്ഷമായിട്ട് വരിക BJP-യാണ്. സ്വാഭാവികമായിട്ട് അവർക്കാണ് നേട്ടം ഉണ്ടാവുക. ആ നേട്ടം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ചാണെങ്കിലും BJPയുടെ സാധ്യത തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നേരത്തെ ഉള്ളതുപോലെ UDF LDF. ഇത് തന്നെയാണ് ബംഗാളിൽ, ഇത് തന്നെയാണ് പഞ്ചാബിൽ.
ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതത് സംസ്ഥാനത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ വിഷയങ്ങളിലും പൊതുവായ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു മുന്നണിയല്ല, മറിച്ച് ഇപ്പോഴത്തെ രാജ്യം നേരിടുന്ന ആപൽക്കരമായ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു സംവിധാനം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിൽക്കും. എന്നാൽ ഇതിന് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും ഈ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്ത് ഇതിൻ്റെ ഒരു പൊതു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട മര്യാദയും ഇടപെടലുകളും ഉണ്ട്. അതാണ് ശ്രീ ലാൽ സൂചിപ്പിച്ചത്. അതാണ് ഹരിയോട് ഉന്നയിക്കുന്ന വിഷയം. ഇത് ഇപ്പോഴല്ല, ഹരി ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അക്കാര്യത്തിൽ കാണിക്കേണ്ട ഒരു ജാഗ്രത, നിങ്ങളാണ് ദേശീയ തലത്തിൽ ഇതിൻ്റെ ഒരു ഫോർഫ്രണ്ടിൽ നിൽക്കേണ്ടത്. ആ ഒരു വലിയ ധാരണയോടുകൂടി നിങ്ങൾ ഓരോ സ്റ്റേറ്റിലെയും നിങ്ങളുടെ നേതാക്കൾ കാണിക്കേണ്ട ഒരു വലിയ ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയിൽ പോരായ്മകൾ വരുന്നു. അതാണ് പലയിടത്തും കാണുന്നത്. അക്കാര്യം വിമർശനപരമായിട്ട് തന്നെ നമ്മൾ ഉന്നയിക്കേണ്ടതുമാണ്. പക്ഷെ ഈ കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധ മാറ്റുകയും ചെയ്യരുത്. ഇപ്പോഴത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയും 3 തിങ്കളാഴ്ചത്തേത് ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന 5ാമത്തേത് ഉൾപ്പെടെ 3 ഘട്ടം വോട്ടെടുപ്പ് നടക്കാനുണ്ട്. 5, 6, 7 ഘട്ടം വോട്ടെടുപ്പ് നടക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനമായ നിലയിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യ കൂട്ടായ്മ രൂപപ്പെടുത്തി നമ്മൾ ആദ്യം ബാംഗ്ലൂരിലും ബോംബെയിലും പാറ്റ്നയിലും എല്ലാം യോഗം ചേർന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിതമായ ആവേശത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള നേതൃതർക്കങ്ങളില്ല. BJP കൊളുത്താൻ നോക്കി, ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, ആരാ നിങ്ങളെ നേതാവ്, ഇതൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എല്ലാ നേതാക്കളും അക്കാര്യത്തിൽ ഒരൊറ്റ നിലപാടെടുത്തു. ആഗ്രഹങ്ങൾ ഉണ്ടാകാം നേതാക്കൾക്ക്, പക്ഷേ എല്ലാ കക്ഷിയുടെയും നേതാക്കൾ നിലപാടെടുത്തു. ഇപ്പോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം, BJPയുടെ ഭീഷണിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വെച്ചുകൊണ്ട് എല്ലാവരും ശരിയായ നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഇന്നിപ്പോ BJPയെ പ്രതിരോധത്തിലാക്കിയത്. അല്ലെങ്കിൽ BJP അല്ലേ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരുന്നത്, മോഡിയല്ലേ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ചു വർഷമായിട്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു മാസത്തിലേക്ക് എത്തുമ്പോൾ BJP പ്രതിരോധത്തിലേക്കായി, മോഡിയും അമിത്ഷായും പ്രതിരോധത്തിലേക്കായി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഈ അപകടകരമായ സാഹചര്യം മനസ്സിലാക്കി ഉയർന്ന ജനാധിപത്യ ബോധത്തോടു കൂടി പ്രതികരിക്കാൻ പലതരത്തിൽ നേരത്തെ പാളിച്ചകളും പോരായ്മകളും എല്ലാം ഉണ്ടായിട്ടുള്ള രാജ്യത്തെ ദേശീയ കക്ഷികളായാലും പ്രാദേശിക കക്ഷികളായാലും തയ്യാറായി എന്നുള്ളതാണ്. അതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാം ഇരുട്ടിലാകുന്നു. ഈ ഫാഷിസത്തിന്റെ കുളമ്പൊടി ഒച്ച ഇങ്ങനെ മുഴങ്ങുമ്പോൾ ആളുകൾ ആ ഭീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ ജനം ഒരു വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് നേരത്തെ ലാല് സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഡൽഹിയിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും ഉത്തർപ്രദേശിലെയും എല്ലാം മനുഷ്യർ ഈ മാധ്യമ പ്രവർത്തകരോട് തുറന്നു പറയാൻ തയ്യാറാകുന്നത്. ഇവിടെ മാതൃഭൂമിയിൽ ഇപ്പോൾ ദേശീയ മാധ്യമം മാത്രമൊന്നുമല്ലല്ലോ, മാതൃഭൂമിയുടെ ഡൽഹി ലേഖകൻ ഈ ഹരിയാനയുടെയും ഡൽഹിയുടെയും അതിർത്തിയിലുള്ള കർഷകരോട് പോയി സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അവരോട് കർഷകർ വയല്ല ഉള്ളത്, അവരോട് ചോദിക്കുകയാണ് എന്താ രാമക്ഷേത്രത്തെ കുറിച്ച് അഭിപ്രായം. അവർ ചോദിക്കുകയാണ്, പാവം സ്ത്രീകളാണെന്നേ, പണിയെടുക്കുന്ന സ്ത്രീകൾ. അവർ ചോദിക്കുകയാണ് രാമക്ഷേത്രം കൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം, അവിടെ പോകാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ആ കാശുണ്ടാക്കാനുള്ള വരുമാനം തൊഴില് ഞങ്ങൾക്ക് മോഡി ഗവൺമെന്റ് തരട്ടെ. അവർ തുറന്നു പറയുക. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം കൊടുത്തു. അതിലൊരു സ്ത്രീ മാതൃഭൂമി ലേഖകനോട് ചോദിക്കുന്നത് എവിടെ ശൗചാലയം എന്നാണ്. സ്ത്രീകളാ ചോദിക്കുന്നത്. ഞങ്ങളെല്ലാം രാജ്യത്ത് ഉണ്ടാക്കിയെന്ന് പറയുന്നിടത്താണ് ഡൽഹിയിൽ, വേറെ എവിടെ നിന്നല്ല, ഹിമാചൽ പ്രദേശെന്നോ സിക്കിമെന്നോ മണിപ്പൂരെന്നോ അല്ല, മോഡിയുടെ മൂക്കിന് താഴെ നിന്നിട്ടാണ് ഈ പാവം കർഷകർ ചോദിക്കുന്നത് എവിടെ ഇതെല്ലാം എന്നുള്ളതാണ്. BJP രാമക്ഷേത്രത്തെ തന്നെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് അവർ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ അവർ തന്നെ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് മാധ്യമപ്രവർത്തകരോട് ഈ ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലെയും സാധാരണക്കാരുടെ അഭിപ്രായം കേട്ടിട്ട് അവിടുത്തെ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ എന്താണ് അവർക്ക് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പ്രചരണത്തിലേക്ക് പോകുന്ന ഘട്ടവും അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ മണ്ഡലങ്ങളിലെങ്കിലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ്. ഈ പറഞ്ഞ രാമക്ഷേത്രമല്ല ആളുകളുടെ
വയറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് ഒന്നും എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. 2 മിനിറ്റ് പരമാവധി ഓരോരുത്തർക്കും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇപ്പോൾ ഒന്ന് യെച്ചൂരി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, 400 സീറ്റ് നിങ്ങൾ ചോദിക്കുന്നത് ഭരണഘടനയിൽ നിന്ന് മുക്തി നേടി മനുസ്മൃതി മോഡൽ പുതിയ ഭരണഘടന ഉണ്ടാക്കാനാണ് എന്നാണ്. സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് പറയാനുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് മോദി ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്ന് പറയുന്നത്. യെച്ചൂരിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഞങ്ങൾ 400 സീറ്റ് ചോദിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ലോകരാഷ്ട്രങ്ങളുടെ നെറുകിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ബഹുമാനായ ജീവി ഹരി പറഞ്ഞൊരു കാര്യത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ മറ്റ് പാർട്ടികൾ ഇവിടെ ഒന്നായവർ മറ്റു സ്ഥലത്ത് വേറെ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് തെറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു. വയനാട്ടിൽ ലാനിരാജ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കാനല്ലേ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാനല്ലേ? എന്തിനാണ് നിങ്ങളിങ്ങനെ നാടകം കളിച്ചത്? അത് തെറ്റില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വെടിയാക്കുന്നതല്ലേ? 2, ശ്രീ VPP മുസ്തഫ പറഞ്ഞു ഹിറ്റ്ലറിനെയും മുസോളിനിയെ പോലെയാണ് ശ്രീ നരേന്ദ്രമോദി ഭരിക്കുന്നതെന്ന്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് VPP മുസ്തഫ പറഞ്ഞ ആ കോമഡിയെ ശ്രീ ഹരി, നിങ്ങൾ VD സതീശനും നിങ്ങളുടെ സുധാകരനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ഹിറ്റ്ലറിനെ പോലെയാണ് പിണറായി വിജയൻ ഭരിക്കുന്നത്. ഒന്ന് എതിർക്കാമായിരുന്നു നിങ്ങൾക്ക്. 2, നിങ്ങൾ VS ജോയിയോടും അതുപോലെ തന്നെ മുകേഷിനോടും അതുപോലെ TM തോമസ് ഐസക്കിനോടൊക്കെ ഇവിടുത്തെ അമ്മമാർ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലെന്നും ചിറ്റൂരിലെ 25 ഏക്കർ പാടം കത്തിച്ച് കളഞ്ഞു എന്നും നിങ്ങൾ കണ്ടില്ല. ആ അമ്മമാർ പറയുന്നതും കാണാതെ എന്തുകൊണ്ടാണ് ഹരിയാനയിലെ അമ്മമാർ പറയുന്നത് മാത്രം കേട്ടത്? നിങ്ങൾ ചിറ്റൂരിലെ പാടം കത്തിച്ച് കളഞ്ഞപ്പോഴൊന്നും നിങ്ങൾക്ക് അതിനോട് ചോദിക്കാൻ സാധിച്ചില്ലല്ലോ. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് PCC അധ്യക്ഷനായിട്ടുള്ള ശ്രീ കോൺഗ്രസിന്റെ അനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 5ാം ഘട്ടമാണ് നമ്മുടെ ചർച്ച. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല. വെച്ച് സുഖമായിട്ട് പ്രതിപക്ഷത്തിന്റെ നേതാവാകാനുള്ള ഓട്ടത്തിലാണെന്ന് കെജ്രിവാൾ. പ്രതിപക്ഷത്തിന്റെ നേതാവാകാനുള്ള ഓട്ടം. ശ്രീ ഹരി, നിങ്ങളുടെ രാഹുൽ ഔട്ടായി പോയി, നിങ്ങളുടെ പ്രിയങ്ക ഔട്ടായി പോയി, നിങ്ങളുടെ സോണിയാഗാന്ധി ഔട്ടായി പോയി, നിങ്ങളുടെ ഗാർഗെ ഔട്ടായി പോയി. കെജ്രിവാളിന്റെ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കോ? പ്രതിപക്ഷത്തിന്റെ നേതാവാകാനുള്ള രാഷ്ട്രീയം. യോഗി ഔട്ടാവാൻ നിൽക്കുന്നു. ഒരാളും ഔട്ടായിട്ടില്ല. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനും ഔട്ടായിട്ടില്ല, യോഗിയും ഔട്ടായിട്ടില്ല, രമൺ സിംഗും ഔട്ടായിട്ടില്ല, ആരും ഔട്ടായിട്ടില്ല. നിങ്ങളെക്കുറിച്ച് എനിക്ക് മറുപടി പറയണമെന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് CPM കുറിച്ച് എനിക്ക് ഉദാഹരണം മനസ്സിലിരിപ്പ് അതാണ്. ഞാൻ എന്ത് ചോദിച്ചാലും CPM ചോദിക്കുന്നത് പോലെ മാത്രം. ശരി ശരി, ഹരി മറുപടി 2 മിനിറ്റിൽ താഴെ. ഈ എന്നല്ല അത് അങ്ങേക്ക് തോന്നലാണ്. അങ്ങയുടെ തോന്നൽ ഒന്നുകൂടി വികസിപ്പിച്ചെടുത്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഉല്ലാസ് ബാബു, അങ്ങക്ക് ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. അതാണ് ആനി രാജയ്ക്ക് മത്സരിക്കാന്നേ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ജനങ്ങളാ തീരുമാനിക്കേണ്ടത് ആര് ജയിക്കണമെന്ന്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങൾക്ക് ശ്രീ കെജ്രിവാൾ മത്സരിച്ച് അല്ലെങ്കിൽ വലിയ നേതാവ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന, നിങ്ങളെ എതിർക്കുന്ന ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹം നേതാവാകട്ടെ എന്നേ, ഒരു പ്രയാസമല്ല. നിങ്ങൾക്ക് അതിനകത്ത് എനിക്ക് ഒട്ടും സങ്കടമല്ല. നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഏറ്റവും അവസാനത്തെ ഇന്ന് നടക്കുന്ന ഈ അല്പം മുമ്പ് നടന്നൊരു കാര്യം പറയാം. ഇപ്പോൾ ഇവരുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കാര്യം പറയും. ഉത്തർപ്രദേശാണല്ലോ ഇവർ ഏറ്റവും 75 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. അവിടെ ഞാൻ ഇപ്പോൾ എഴുതി വെച്ചോ, നമ്മൾ ഇനി ചർച്ചയ്ക്കാണല്ലോ, ഒരു 40 സീറ്റിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ BJP ഇത്തവണ സീറ്റുകൾ നേടില്ല എന്ന് ഞാനിവിടെ നിങ്ങൾ ഇപ്പോൾ പറയുകയാണ്. ഈ ചർച്ചയിൽ തന്നെ പറയുകയാണ്. ഉല്ലാസ് ബാബു, നമ്മൾ ജൂൺ 4-ാം തീയതി കാണുമ്പോൾ പറയാം. അതിനുള്ള കാരണം കൂടി, ഒരു ഉദാഹരണം കൂടി പറയാം. ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നൊരു വിവരം പ്രകാരമാണെങ്കിൽ അവിടെ ഉത്കൃഷ്ട മൗര്യ എന്ന് പറഞ്ഞിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥി 57,000 ചില്ലുവാനം വോട്ട് കഴിഞ്ഞ നിയമസഭയിൽ നേടിയിട്ടുള്ള ആൾ കോൺഗ്രസിൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അത് ഉല്ലാസ് ബാബു അറിഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, റായ്ബറേലിയിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. റായ്ബറേലിയിൽ അവിടെ ഇപ്പോൾ നടന്ന സംഭവമാണ്, അല്പം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നിയമസഭാ സ്ഥാനാർത്ഥി 57,000 വോട്ട് നേടിയിട്ട് അവിടെ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ്. ഇത് സ്ഥാനാർത്ഥികളുണ്ട്, BJPക്ക് റിബൽ സ്ഥാനാർത്ഥികൾ. അല്ല, ഇത് BJPയുടെ റിബൽ സ്ഥാനാർത്ഥി ഇല്ല, അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. അവരെ BJP നേരെ കോൺഗ്രസിലേക്ക് ചേരുകയാണ് റായ്ബറേലിയിൽ. ഇനി ഏറ്റവും അവസാനമായിട്ട് നോക്കൂ, കിഷോരിലാൽ ശർമ്മ അമേഠിയിൽ ജയിച്ചാൽ പോലും നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം രാജ്യം മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. ജൂൺ 4 നമ്മൾ വീണ്ടും കാണുമല്ലോ, നോക്കാം. ശരി, ഡോക്ടർ VPP, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും 5ാം ഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകില്ല. 6ാം ഘട്ടത്തിലേക്ക് 7ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ മോദിയുടെ നില ഇപ്പോഴത്തെ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ കാണാനാകുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും BJPക്ക് കാലിടറുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയം മാറുകയാണ്. ആ മാറ്റം നമ്മുടെ രാജ്യത്തിന്റെ ഭരണം എന്താണോ
INDA എന്ന് പറയുന്ന ഈ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാട് രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വലിയ കാരണം എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ഒരുതരം സ്വച്ഛാധിപത്യ സ്വഭാവമുണ്ടായ ഒരു സംവിധാനത്തിനകത്ത് ഇന്ത്യയുടെ ജനാധിപത്യം ഇത് 77 നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഏതാണ്ട് അതിന് സമാനമായ ഒരു മുന്നേറ്റം ഇപ്പൊ രാജ്യത്തുണ്ടാകുന്നു. അത് വലിയ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള സംഗതിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ പേരിട്ടുകൊണ്ട് എങ്ങനെയാണോ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത്, അത് അടിവരയിടുന്ന ജനങ്ങൾക്ക് ഇന്ത്യയിൽ പൗരന്മാരായി തുടരാൻ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ അത് കരിഞ്ഞുണങ്ങില്ല എന്നത് തന്നെ. നേരത്തെ ഉല്ലാസ് ബാബു സ്വപ്നം എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ രാജ്യത്തെക്കുറിച്ച് സ്വപ്നമുണ്ടെന്നേ. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഈ ജനാധിപത്യത്തോടും ഈ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ സ്വപ്നം പൂവണിയും എന്ന് തന്നെയാണ് രാജ്യം കാണുന്ന സ്ഥിതി. ശരി, എന്തായാലും സമയക്കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒരിക്കലും കാണാത്ത കാഴ്ചയാണ് BJP ക്യാമ്പിൽ നിന്ന് കാണുന്നത്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തിന് ഇപ്പുറമുള്ള ശരീരഭാഷയിൽ ഒരിക്കലും നമ്മൾ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം ഇങ്ങനെ അപ്പുറത്തെ ക്യാമ്പിനെ വിജയത്തിലേക്കെത്തി അധികാരത്തിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ കണ്ടു പറയുന്നത്. അദാനി അംബാനിമാർ കോൺഗ്രസ്സിന് പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പേടി സ്വപ്നങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്തായാലും അടുത്ത ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനി എന്താണ് നരേന്ദ്രമോദി പറയുക? ആവേശം സിനിമാ സ്റ്റൈലിൽ ഇനിയും ട്രോളുകൾ ഇറങ്ങാനുള്ള വക അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, ഡോക്ടർ GV ഹരി, ഒപ്പം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ന്യൂസ് അവസാനിക്കുന്നു.